നിങ്ങളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾ ഒന്നും മിണ്ടാതെ തന്നെ ചുറ്റുമുള്ള അന്തരീക്ഷത്തെ മാറ്റിമറിക്കുന്നു. അവർ നിലവിളിക്കുന്നില്ല, അവരാരോടും യാചനകൾ നടത്തുന്നില്ല. അവർ വെറുതെ നിശബ്ദരാകുന്നു. പെട്ടെന്ന് കാറ്റിന്റെ ഗതി മാറുന്നു. ആളുകൾ അസ്വസ്ഥരാകുന്നു. ആളുകൾ അവരെ തിരയാൻ തുടങ്ങുന്നു. എപ്പോഴും തങ്ങൾ അവരെ നന്നായി അറിയാമെന്ന് കരുതിയിരുന്നവർ പെട്ടെന്ന് മനസ്സിലാക്കുന്നു, യഥാർത്ഥത്തിൽ തങ്ങൾക്ക് അവരെക്കുറിച്ചൊന്നും അറിയില്ലെന്ന്. നിങ്ങളും അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഓരോ കാര്യത്തോടും ഉടനടി പ്രതികരിക്കുന്നത് നിങ്ങൾ നിർത്തിയാൽ, തർക്കങ്ങൾക്ക് പകരം മൗനം തിരഞ്ഞെടുത്താൽ, ചെറിയ കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് പകരം നിങ്ങൾ അല്പം പിന്മാറിയാൽ എന്ത് സംഭവിക്കും? ഇവിടെയാണ് യഥാർത്ഥ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. വികാരങ്ങളിലും വാക്കുകളിലും ശരീരത്തിലും മനസ്സിലും നിങ്ങളെപ്പോഴും ലഭ്യമാകുന്നത് നിർത്തുമ്പോൾ, ആളുകളുടെ കയ്യിൽ നിന്ന് നിങ്ങളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ നഷ്ടപ്പെടുന്നു. കാരണം നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെയാണ് അവരെപ്പോഴും നിങ്ങളെ പിടികൂടുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ദേഷ്യത്തിലൂടെ, ചിലപ്പോൾ വേഗത്തിൽ സമ്മതം മൂളുന്ന സ്വഭാവത്തിലൂടെ, ചിലപ്പോൾ നിങ്ങളുടെ ഭയത്തിലൂടെ. എന്നാൽ എന്നാണോ നിങ്ങൾ ഈ ചരടുകൾ മുറിക്കുന്നത്, അന്ന് കളി മാറുന്നു. നിങ്ങൾ പെട്ടെന്ന് അദൃശ്യനാകുമ്പോൾ തങ്ങൾ നിങ്ങളെ ഒരിക്കലും മനസ്സിലാക്കിയില്ലെന്ന് അന്നവർ തിരിച്ചറിയുന്നു. ആരാണ് പരിഭ്രാന്തരാകുന്നത്? ആരാണ് ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നത്? ആരാണ് നിങ്ങളെ പ്രകോപിപ്പിച്ച് പഴയ ഭാവങ്ങൾ പുറത്തുകൊണ്ടുവരാൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത്? ഇതെല്ലാം അവരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, നിങ്ങളെക്കുറിച്ചും. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഊർജത്തിന് അർഹതയില്ലാത്ത ആളുകൾക്കായിട്ടാണ് നിങ്ങൾ ഇതുവരെ അത് ചെലവഴിച്ചിരുന്നത്. ഓരോ തവണയും അതേ എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം ചെറുതാവുകയായിരുന്നു. ഓരോ തവണയും ഉടനടി മറുപടി നൽകി നിങ്ങളുടെ ശക്തി മറ്റുള്ളവരുടെ കൈകളിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഓരോ തവണയും വികാരമായി പ്രതികരിച്ച് നിങ്ങൾ സ്വന്തം രക്തം തന്നെ കത്തിച്ചുകൊണ്ടിരുന്നു. ദിവസം അവസാനം നിങ്ങളുടെ പക്കൽ എന്ത് ബാക്കിയുണ്ട്? ക്ഷീണം, അസ്വസ്ഥത, വാക്കുകളിൽ വിവരിക്കാനാവാത്ത ഒരു ശൂന്യത. നിങ്ങളുടെ മൗനത്തിന്റെ ഒരു നിമിഷം പോലും അർഹിക്കാത്തവർക്കായി നിങ്ങൾ അമിതമായി ലഭ്യമായതാണിതിന് കാരണം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ലോകത്തിൽ നിന്ന് മുഖം തിരിക്കണമെന്നല്ല. ഇതിന്റെ അർത്ഥം നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ തിരഞ്ഞെടുക്കണമെന്നാണ്. മഹാനായ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥ അച്ചടക്കമെന്നത് സ്വയം തിരിച്ചറിയലാണ്. 1000 തർക്കങ്ങളെക്കാൾ ശക്തി മൗനത്തിനുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ശക്തി ജനിക്കുന്നു. ഓടിപ്പോകാനല്ല, മറിച്ച് ബോധത്തിലേക്ക് വരാനാണ് നിങ്ങൾ പിൻവാങ്ങുന്നതെങ്കിൽ ആ പിൻവാങ്ങൽ ഒരു തപസ്സായി മാറുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നു, എത്ര കാലം നിങ്ങൾ മറ്റുള്ളവരുടെ വികാരങ്ങളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കും? എത്ര കാലം നിങ്ങൾ കളിപ്പാവകളെപ്പോലെ നൃത്തം ചെയ്യും? ആരെങ്കിലും നിങ്ങളുടെ മുറിവിൽ തൊടുമ്പോൾ ആ ചരടുകൾ മുറിച്ചുമാറ്റാനുള്ള സമയമായില്ലേ? അല്പം നിഗൂഢനാകൂ. കാരണം എല്ലായ്പ്പോഴും ലഭ്യമാകുന്നത് നിങ്ങൾ നിർത്തുമ്പോൾ എല്ലാം മാറിത്തുടങ്ങും. എല്ലായ്പ്പോഴും സമ്മതം മൂളുക, എല്ലാവരെയും സന്തോഷിപ്പിക്കുക, പെട്ടെന്ന് മറുപടി നൽകുക. ആരും ദേഷ്യപ്പെടരുത്. ചെറുപ്പം മുതൽ നമ്മെ ഇതാണ് പഠിപ്പിച്ചത്. പതുക്കെ നമ്മെ ഒരു ഭ്രമത്തിലെത്തിച്ചു. നമ്മുടെ വില നമ്മുടെ ലഭ്യതയിലാണെന്ന്. എന്നാൽ സത്യം നേരെ തിരിച്ചാണ്. അമിതമായി ലഭ്യമാകുന്നത് ഒരു പുണ്യമല്ല, അതൊരു തടവറയാണ്. നിങ്ങൾ എത്രത്തോളം ലഭ്യമാകുന്നുവോ അത്രത്തോളം നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിലെ കളിപ്പാട്ടമായി മാറുന്നു. ആളുകൾ നിങ്ങളെ ഒരു സ്വിച്ച് പോലെ ഉപയോഗിക്കുന്നു. ശ്രദ്ധ വേണമെന്ന് തോന്നുമ്പോൾ അവർ നിങ്ങളെ അമർത്തുന്നു. വിനോദം വേണമെന്ന് തോന്നുമ്പോൾ അവർ നിങ്ങളെ തേടിയെത്തുന്നു. സഹായം വേണമെന്ന് തോന്നുമ്പോൾ അവർ നിങ്ങളെ ഓർക്കുന്നു. കാര്യം കഴിഞ്ഞാൽ നിങ്ങളെ മാറ്റി നിർത്തുന്നു. വേണ്ട എന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് മാത്രം നിങ്ങൾ എത്ര തവണ പുഞ്ചിരിച്ചിട്ടുണ്ട്? ക്ഷീണമുണ്ടായിട്ടും ആരെങ്കിലും പിണങ്ങുമോ എന്ന ഭയം കൊണ്ട് നിങ്ങൾ എത്ര തവണ മറുപടി നൽകിയിട്ടുണ്ട്? ആരെങ്കിലും നിങ്ങളെ നിരസിക്കുമോ എന്ന പേടികൊണ്ട് എത്ര തവണ നിങ്ങൾ സത്യസന്ധമായ വികാരങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്? ഇതാണ് ആത്മത്യാഗം. ഇതാണ് സ്വയം വഞ്ചിക്കൽ. ഈ വലയിലാണ് ഇന്ന് ഭൂരിഭാഗം ആളുകളും കുടുങ്ങിക്കിടക്കുന്നത്. ഓർക്കുക, നമ്മുടെ ഊർജം പരിമിതമാണ്. ഓരോ അതേ എന്ന വാക്കും ഓരോ പ്രതികരണവും നമ്മുടെ ഉള്ളിൽ നിന്ന് എന്തിനെയൊക്കെയോ പുറത്തെടുക്കുന്നു. ഈ ഊർജം വീണ്ടും വീണ്ടും വെറുതെ ചെലവാകുമ്പോൾ നാം ഉള്ളിൽ നിന്ന് ശൂന്യരാകുന്നു.
ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് യാതൊരു കരുതലുമില്ല. അവർക്ക് നിങ്ങളുടെ ഉപയോഗക്ഷമത മാത്രമാണ് വേണ്ടത്. നിങ്ങളുടെ സാമീപ്യം, നിങ്ങളുടെ സഹായം, നിങ്ങളുടെ സഹാനുഭൂതി അവർക്ക് ആവശ്യമുണ്ടായിരിക്കുന്നിടത്തോളം കാലം മാത്രം. എന്നാൽ എന്നാണ് നിങ്ങൾ അതിരുകൾ നിശ്ചയിക്കുന്നത്? എന്നാണ് നിങ്ങൾ ഇനി മതി എന്ന് പറയാൻ തുടങ്ങുന്നത്? അന്ന് ആ ആളുകൾ നിങ്ങളെ മാറിയവനെന്നും വിചിത്രനെന്നും തണുപ്പനെന്നും വിളിക്കാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ നിങ്ങൾ മാറിയിട്ടില്ല. പകരം ഇപ്പോൾ നിങ്ങൾ അവർക്ക് ഉപയോഗപ്രദമല്ലാതായിരിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ സത്യം. നിങ്ങൾ എത്രത്തോളം ലഭ്യമാകുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എപ്പോഴും കിട്ടുന്ന ഒന്ന് വെറും പാഴ് പേപ്പർ പോലെയായി മാറുന്നു. അതിനാരും വില നൽകില്ല. ഏതൊരു കാര്യത്തിനും ബഹുമാനമുണ്ടാകുന്നത് അത് നേടിയെടുക്കാൻ പരിശ്രമിക്കേണ്ടി വരുമ്പോഴാണ്. നിങ്ങൾ എപ്പോഴും അവിടെയുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ വില തിരിച്ചറിയുമോ? അതുകൊണ്ടിനി ചിന്തിക്കൂ. നിങ്ങളുടെ സമയം ആർക്ക് നൽകണം? നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ കേൾവി, ഇതെല്ലാം ആർക്ക് നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? അതിനേക്കാൾ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്: ആരാണ് നിങ്ങളുടെ അസാന്നിധ്യത്തിന് അർഹതയുള്ളത്? എന്നാൽ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിനു മുമ്പ് നാം ഒന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നാം ഇത്ര പെട്ടെന്ന് പ്രതികരിക്കുന്നത്? എന്തുകൊണ്ടാണ് നാം ഓരോ തവണയും തല കുനിയുന്നത്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് മറുപടി നൽകാനുള്ള ഈ ശീലം നമ്മുടെയുള്ളിൽ ഉറച്ചുപോയത്? ഇതിന്റെ പിന്നിൽ നമ്മുടെ ഊർജമാണ്. കാൾ യുങ് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യ മനസ്സൊരു യന്ത്രമല്ല, അതൊരു ഊർജതന്ത്രമാണ്. ഓരോ ചിന്തയും, ഓരോ വികാരവും, ഓരോ പ്രതികരണവും നമ്മുടെ ആന്തരിക ഊർജത്തിന്റെ ഒരു ഭാഗം കാർന്നു തിന്നുന്നു. ഇപ്പോൾ ചോദ്യമിതാണ്: നിങ്ങളുടെ ഊർജം എവിടെ ചെലവാകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടോ, അതോ ലോകമാണോ അത് തീരുമാനിക്കുന്നത്? ആരുടെയെങ്കിലും അർത്ഥശൂന്യമായ വിമർശനത്തിന് നിങ്ങൾ മറുപടി നൽകുമ്പോൾ, ആരുടെയെങ്കിലും പ്രകോപനത്തിൽ നിങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ, നിങ്ങളെ ഒട്ടും വിലമതിക്കാത്ത ആളുകളെ പ്രീതിപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊന്നും തിരിച്ചു കിട്ടാത്ത ഇടത്താണ് നിങ്ങൾ ജീവിത ഊർജം പാഴാക്കുന്നത്. നിങ്ങൾ എന്തിനെയാണോ എതിർക്കുന്നത് അത് കൂടുതൽ ശക്തമാകും എന്ന് യുങ് പറഞ്ഞിട്ടുണ്ട്. ഓർക്കുക, നിങ്ങൾ വീണ്ടും വീണ്ടും പ്രതികരിക്കുമ്പോൾ നിങ്ങൾ ആ വലയിൽ കുടുങ്ങുകയാണ്. അതുകൊണ്ടാണ് പലരും എപ്പോഴും തളർന്നിരിക്കുന്നത്. അവർ ദുർബലരല്ല, മറിച്ച് അവരുടെ ഊർജം തെറ്റായ ഇടങ്ങളിലേക്കൊഴുകുകയാണ്. മനുഷ്യൻ തുടർച്ചയായി ക്ഷീണിതനായിരിക്കുമ്പോൾ അവൻ അരക്ഷിതനാകുന്നു. ഓർക്കുക, ക്ഷീണിച്ച മനുഷ്യൻ സിംഹമല്ല, അവൻ വെറുമൊരിരയായി മാറുന്നു. അത്തരം ആളുകൾ നിങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയും. നിങ്ങളുടെ ക്ഷീണത്തെയും അസ്വസ്ഥതയെയും മുതലെടുക്കുന്നവർ. നിങ്ങളെല്ലാറ്റിനും മറുപടി നൽകുമെന്നവർക്കറിയാം. നിങ്ങൾക്ക് വേണ്ട എന്നു പറയാനറിയില്ലെന്നവർക്കറിയാം. നിങ്ങളെല്ലാവരുടെയും ഭാരം ചുമക്കുമെന്നവർക്കറിയാം. അതുകൊണ്ടവർ സ്വന്തം ഭാരവും നിങ്ങളുടെ തോളിലേക്ക് വച്ചുതരുന്നു. എന്നാൽ ഊർജം ഉള്ളിൽ സൂക്ഷിച്ചുവയ്ക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ മനസ്സിന്റെ ഉടമയെന്ന് യുങ് പറഞ്ഞിട്ടുണ്ട്. അതായത്, കുറ്റബോധമില്ലാതെ വേണ്ട എന്നു പറയാൻ പഠിക്കൂ. പേടിയില്ലാതെ നിശബ്ദനായിരിക്കാൻ പഠിക്കൂ. പ്രതികരിക്കുന്നതിന് മുമ്പൊന്ന് നോക്കാൻ ശീലിക്കൂ. കാരണം യഥാർത്ഥ ശക്തി പ്രതികരണത്തിലല്ല, മറിച്ച് ശരിയായ സമയത്ത് ശരിയായ ചുവടുവയ്ക്കുന്നതിലാണ്. എത്ര തവണ നിങ്ങൾക്ക് രാത്രി മുഴുവൻ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല? അപൂർണമായ ഏതെങ്കിലും സംഭാഷണത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട്. എത്ര തവണ നിങ്ങൾ മണിക്കൂറുകളോളം ഇതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? ഞാൻ എന്തായിരുന്നു പറയേണ്ടിയിരുന്നത്? അവൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഞാൻ മറുപടി നൽകാതിരുന്നത്? ഇതെല്ലാം നിങ്ങളുടെ ഊർജത്തിന്റെ ചോർച്ചയാണ്. നിങ്ങൾ കഴിഞ്ഞുപോയ നിഴലുകളെ ജീവനോടെ നിലനിർത്തുന്നു. അവ നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്നു. ഊർജം ഒരു കവചമാണ്. നിങ്ങളത് സംരക്ഷിക്കുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം താനേ ബഹുമാനമാകർഷിക്കുന്നു. നിങ്ങളൊരു മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നും പറയാതെ തന്നെ ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങളുടെ ഊർജം ഉള്ളിൽ സുരക്ഷിതമായിരിക്കുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കൂ. എന്നാൽ ഊർജം ചിതറിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അവഗണിക്കപ്പെടുന്നു. നിങ്ങളുടെ ശബ്ദം പോലും ഫലപ്രദമാകില്ല. നിങ്ങൾ ദുർബലനായും തകർന്നവനായും കാണപ്പെടുന്നു. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങൂ. ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ പെട്ടെന്ന് പ്രകോപിപ്പിക്കുന്നത്? ഏതൊക്കെ വാക്കുകളാണ് നിങ്ങളുടെ ക്ഷമ നശിപ്പിക്കാൻ നിർബന്ധിപ്പിക്കുന്നത്?
ഏതൊക്കെ സാഹചര്യങ്ങളാണ് നിങ്ങളെ വീണ്ടും വീണ്ടും പഴയ രീതികളിലേക്ക് തള്ളിവിടുന്നത്? ഇവയാണ് നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും വലിയ ദ്വാരങ്ങൾ. ഇവിടെ നിന്നാണ് നിങ്ങളുടെ ഊർജം പുറത്തേക്ക് പോകുന്നത്. നിങ്ങൾ ഈ ബിന്ദുക്കളെ തിരിച്ചറിഞ്ഞാൽ പതുക്കെ നിങ്ങളുടെ ശക്തി തിരിച്ചുപിടിക്കാൻ കഴിയും. പക്ഷേ ശ്രദ്ധിക്കുക, ഇതിനർത്ഥം നിങ്ങളൊരു കല്ലായി മാറണമെന്നല്ല. ഇതിനർത്ഥം നിങ്ങൾ ബോധവാനാകണമെന്നാണ്. തണുപ്പനല്ല, അർത്ഥശൂന്യനുമല്ല, മറിച്ച് സചേതനനും സ്വന്തം ഉടമയുമായി മാറണം. തൻ്റെ ഊർജം സംരക്ഷിക്കാൻ പഠിക്കുമ്പോൾ മറ്റുള്ളവരുടെ നിഴലുകൾക്ക് നിങ്ങളുടെ മേൽ സ്വാധീനമുണ്ടാകില്ലെന്ന് യുങ് പറഞ്ഞിട്ടുണ്ട്. അതായത്, നിങ്ങളെ തങ്ങളുടെ രൂപത്തിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്നവരുടെ ശക്തി തകരുന്നു. ഇവിടെയാണ് ഈ കളി കൂടുതൽ ആഴത്തിലുള്ളതാകുന്നത്. ചൂഷണം ചെയ്യുന്നവർ, എപ്പോഴും നിങ്ങളുടെ സഹായം തേടി നിൽക്കുന്നവർ, നിങ്ങളുടെ നിശബ്ദത കണ്ട് പേടിക്കുന്നവർ, യഥാർത്ഥത്തിൽ ഇവരൊക്കെ നിങ്ങളുടെ ഊർജത്തിലാണ് ജീവിക്കുന്നത്. ഒരു മരത്തിൽ പറ്റിപ്പിടിച്ചു വളരുന്ന വള്ളിച്ചെടി പോലെ. എന്നാൽ എന്നാണോ മരം കുനിയുന്നത് നിർത്തുന്നത്, അന്നാ വള്ളി ഉണങ്ങാൻ തുടങ്ങുന്നു. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഒരാളോട് വേണ്ട എന്നു പറയുമ്പോൾ, നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ, നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ, കളി മാറുകയാണ് എന്ന് മനസ്സിലാക്കൂ. നിങ്ങളുടെ ലഭ്യമല്ലാത്ത അവസ്ഥ അവർക്കൊരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി അവരെ സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ നിർബന്ധിക്കുന്നു. നിങ്ങളുടെ നിശബ്ദത ഒരു ബലഹീനതയല്ല, അത് നിങ്ങളുടെ ആത്മാവിന്റെ ശക്തിയാണ്. പക്ഷേ ഇവിടെ നിന്ന് യാത്ര കൂടുതൽ സങ്കീർണമാകുന്നു. കാരണം ഇതുവരെ നിങ്ങളെ ഉപയോഗിച്ചിരുന്നവർ പെട്ടെന്ന് അസ്വസ്ഥരാകും. അവർ നിങ്ങളെ പ്രകോപിപ്പിക്കും, വിമർശിക്കും, നിങ്ങളെ വിചിത്രനെന്ന് വിളിക്കും. യഥാർത്ഥത്തിൽ പ്രശ്നം നിങ്ങളിലല്ല, നിങ്ങൾ ഇനി അവരുടെ കളിയുടെ ഭാഗമല്ല എന്നതാണ് പ്രശ്നം. നിങ്ങൾ ബോധപൂർവമായ മൗനത്തിലേക്ക് പോകുമ്പോൾ ലോകത്തിന്റെ ആഴമേറിയ തന്ത്രങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. ശബ്ദം, ബഹളങ്ങൾ, ഇതൊക്കെ നിറഞ്ഞതാണ് ആധുനിക ലോകം. എല്ലാവർക്കും സംസാരിക്കണം, എല്ലാവർക്കും ഉടൻ മറുപടി വേണം. സ്വന്തം സമാധാനം നഷ്ടപ്പെടുത്തിയാലും അവർക്കത് തെളിയിക്കണം. എന്നാൽ യഥാർത്ഥ ശക്തി വാക്കുകളുടെ ബഹളത്തിലല്ല, അത് മൗനത്തിന്റെ ആഴത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കൂ. ഈ മൗനം ഒരു ഭീരുവിന്റെ മൗനമല്ല, ഇതൊരു ജാഗ്രതയുള്ള മൗനമാണ്. നിങ്ങൾ പ്രതികരിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ കാണാൻ തുടങ്ങുന്നു. മുമ്പ് നിങ്ങളുടെ കണ്ണുകളിൽ നിന്നൊളിഞ്ഞിരുന്ന രീതികൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു. മൗനത്തിലിരുന്ന് ഇതെല്ലാം വ്യക്തമാകും. എല്ലാം വ്യക്തമാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ജാഗ്രത ജനിക്കുന്നു. നിങ്ങളെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ജാഗ്രത അപകടകരമാണ്. നിങ്ങൾ കാണാൻ പഠിക്കുന്ന ദിവസം അവരുടെ കളി പാഴാകുന്നു. നിങ്ങൾ മറുപടി നൽകാത്തപ്പോൾ, നിങ്ങൾ വിശദീകരണങ്ങൾ നൽകാത്തപ്പോൾ ചില ആളുകൾ അസ്വസ്ഥരാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് നിങ്ങളുടെ ഓർമ്മയല്ല, അതവരുടെ പേടിയാണ്. കാരണം നിങ്ങളുടെ മൗനം അവരുടെ കഥയെ തട്ടിയെടുത്തു കഴിഞ്ഞു. നിങ്ങൾ സംസാരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ആ കളിയിൽ കുടുങ്ങിക്കിടക്കുന്നു. എന്നാൽ എന്നാണോ നിങ്ങൾ നിശബ്ദനാകുന്നത്, അന്ന് നിങ്ങൾ നിയമങ്ങൾ മാറ്റുന്നു. ശരിക്കുള്ള മൗനമെന്നത് ശബ്ദത്തിന്റെ അഭാവമല്ല, സ്വന്തം ഊർജത്തിന്മേലുള്ള അധികാരമാണ്. വ്യക്തിയായി മാറാൻ ദൂരം ആവശ്യമാണ്. ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മുക്തനായി മൗനത്തിൽ മാത്രമേ നിങ്ങൾക്ക് സ്വന്തം ശബ്ദം കേൾക്കാൻ കഴിയൂ. ചില ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നുപോകും, നിങ്ങളെ അഹങ്കാരിയെന്ന് വിളിക്കും. പക്ഷേ സത്യമിതാണ്, ആ ആളുകൾ ഒരിക്കലും നിങ്ങളെ മനസ്സിലാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഈ മൗനം നിങ്ങളെ ഉള്ളിൽ നിന്ന് രൂപപ്പെടുത്തുന്നു. നിങ്ങളുടെ ക്ഷീണിച്ച ഊർജം തിരിച്ചുവരുന്നു. നിങ്ങളുടെ യഥാർത്ഥ മുഖം തെളിയുന്നു. അതെ, ഇത് വേദനയും നൽകുന്നു. നിങ്ങൾ ഒറ്റപ്പെട്ടുപോയെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഓർക്കുക, ഈ വേദന ഒരു ജനനത്തിന്റെ വേദനയാണ്. ഈ ഏകാന്തത ഒരു ശക്തിയാണ്. എല്ലാവർക്കും വേണ്ടി ലഭ്യമാകുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കായി ലഭ്യമാകാൻ തുടങ്ങുന്നു. ഇതാണ് യഥാർത്ഥ പുനർജന്മം. ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഇനി ആർക്കും നിങ്ങളുടെ ചരട് വലിച്ച് നിങ്ങളെ ഒരു കളിപ്പാവയാക്കാൻ കഴിയില്ല. കാരണം
ഇപ്പോൾ നിങ്ങൾ മൗനത്തിൽ ഉറച്ചു നിൽക്കുന്നു. എല്ലാവർക്കും ലഭ്യമാകുമ്പോൾ നിങ്ങൾ വില കുറഞ്ഞവനാകുന്നു. നിങ്ങൾ മൗനം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വിലമതിക്കാനാവാത്തവനാകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മൗനത്തെ ദുർലഭമാക്കൂ. നിങ്ങളുടെ സാന്നിധ്യത്തെ വിലപിടിപ്പുള്ളതാക്കൂ. നിങ്ങളുടെ ഊർജത്തെ സംരക്ഷിക്കൂ. കാരണം ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചടക്കം. ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം.